ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു 8-10 ദിവസമായി നിങ്ങളെല്ലാവരും എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് പെരുന്തമണ്ണെന്നൊക്കെ ചായ കുടിക്കുമ്പോൾ ഇപ്പോൾ 2-3 കുട്ടികൾ വന്നിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു 2 ദിവസമായിട്ട് വ്ളോഗില്ലല്ലോ, 3 ദിവസമായിട്ട് വ്ളോഗില്ലല്ലോ. അപ്പോൾ എവിടെ ഞാൻ പോയാലും, പ്രോഗ്രാമിന് പോയ ടൈമിൽ, കോളേജിൽ പോകുന്ന ടൈമിൽ, എവിടെ പരിപാടിക്ക് പോയാലും മച്ചിയെ ഒരു സെക്കൻഡ് ഇത് സൗണ്ട് അപ്പം എവിടെ പരിപാടിക്ക് പോയാലും എല്ലാവരും ചോദിച്ചുകൊണ്ട് കേട്ടോ എന്താ വരാത്തത്, എന്താ വ്ളോഗ് കാണാത്തത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ പണി യൂട്യൂബ് അല്ല. ഞങ്ങൾ അതായത് പ്രാചീന ഇതായിട്ട് കാലം മുതൽ വരുന്ന യൂട്യൂബേഴ്സ് അല്ല. നമ്മളെ വാപ്പ വലിപ്പമാർന്ന യൂട്യൂബേഴ്സ് അല്ലായിരുന്നു. നമ്മളെ വലിയപ്പാർ വേട്ടക്കാരായിരുന്നു. നമ്മളെ വലിയപ്പാർ എന്താ വെച്ചാൽ പുലിനെ പിടിക്കുക, കടുവനെ പിടിക്കുക, ഇതൊക്കെ അതായത് നമ്മളെ കുടുംബപരമായി നമ്മളത് എങ്ങനെയാ വെച്ചാൽ വലിയ വലിയ ആന അങ്ങനെ വേട്ടയാടി നടക്കണേ. അപ്പോൾ ഞങ്ങൾ പിന്നെ കേസാവും, വനം വന്യജീവി വകുപ്പൊക്കെ സ്ട്രോങ് ആയപ്പോൾ ഞങ്ങൾ പിന്നെ ആ ഒരു തലമുറയിലേക്ക് പോവാതെ നമ്മൾ ചെറിയ പാട്ടൊക്കെ പാടിയിട്ട്, വലിയപ്പന്മാർക്ക് മാനക്കേടാണ് എന്നാലും, കാരണം പാട്ടൊക്കെ പാടി അത്രയും വലിയ വേട്ടക്കാരെ മക്കളൊക്കെ പാട്ടടി നടക്കാറുണ്ട്. ഭയങ്കര വലിയപ്പ പരലോകത്തിന് ചിന്തിക്കണ്ടാവും, ഈ ചെങ്ങന്മാരൊക്കെ ഉണ്ടാക്കി വിട്ടെന്നുള്ള രീതിയിൽ പറയുണ്ടാവും. അപ്പം എന്തായാലും എന്നിരുന്നാലും നമ്മൾ ഇപ്പൊ ഉറങ്ങിയോ? ഇപ്പൊ ഉറങ്ങിയോ? ഇല്ല, ഓക്കെ. ഇവിടുന്ന് കുറച്ച് മാറിയിട്ട് വ്ളോഗ് ചെയ്യാം, അല്ലെ പിന്നെ വ്ളോഗ് ചെയ്യാൻ പറ്റലുണ്ടാവില്ല. അപ്പം നമ്മൾ പരിപാടിക്ക് ബെഞ്ചി നമ്മളെവിടെയൊക്കെ പോയി, കണ്ണൂർ പോയി. മയില് ഇത് നമ്മൾ കണ്ണൂരിൽ നിന്ന് കിട്ടിയാട്ടോ എൻ്റെ പകുതി വലുപ്പമുള്ള ട്രോഫി. എനിക്ക് ഒരു കോളേജിൽ നിന്ന് ഇങ്ങനത്തെ ട്രോഫി ഒന്നും കിട്ടിയില്ല കേട്ടോ. കോളേജ് ചിലപ്പോൾ നമ്മൾ പാട്ട് പഠിപ്പിച്ച് വിടലുണ്ട്, പക്ഷേങ്കിൽ ഇത്ര വലിയ ട്രോഫി തരണമെങ്കിൽ ആ കോളേജ് അടിപൊളി കോളേജായിട്ടാണ്. MBA അറ്റ് ITM കോളേജിലെ കുട്ടികളെയും സാറുമാരെയൊക്കെ വാക്കാൻ നമുക്ക് കിട്ടിയ ട്രോഫിയാണ്. നല്ല കോളേജ്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടിപൊളി കോളേജും അടിപൊളി കുട്ടികളും, ഫുൾ വൈബ് കിട്ടിലും പരിപാടി. ഇനി 6 ഷോട്ട് സ്കൈ ഷോട്ടൊക്കെ പൊട്ടിച്ച പരിപാടി ഉണ്ട്. ബെഞ്ചിൻ്റെ DJക്ക് കിട്ടിലും പരിപാടി നമ്മളവിടെ ഒരുക്കി കൊടുത്തിരുന്നത് ഓൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ബാംഗ്ലൂർക്ക്. അത് ഷെഡ്യൂൾ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ രാത്രി 2:30 മണിക്ക് ഇവിടെ നമ്മൾ ഇറങ്ങി. 2:30 മണിക്ക് ഇറങ്ങി 10 മണിക്ക് ബാംഗ്ലൂർ എത്തി. 1 മണി 2 മണിയൊക്കെ സൗണ്ട് ചെക്ക്, പിന്നെ നമ്മൾ കുറച്ച് നേരം കടന്നുറങ്ങി. 6 മണിക്ക് 8 മണി പ്രോഗ്രാം ചെയ്ത് അന്ന് രാത്രി അതേപോലെ തന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാത്രി 2 മണിക്ക് വണ്ടി എടുത്ത് ബാംഗ്ലൂരിൽ നിന്ന്. എന്നിട്ട് 6 മണിക്ക് നമ്മളെ ചെക്ക് പോസ്റ്റ് തുറന്നപ്പോൾ അതിൽ പോകുന്നു. 9 മണിക്ക് നാട്ടിലെത്തിയിട്ട് അങ്ങനെ കഷ്ടപ്പാട് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി 2-ാം തീയതി അതായത് നാളെ ഇവിടെ പരിപാടി, മലപ്പുറത്ത് പരിപാടി. 3-ാം തീയതി വേറെ പരിപാടി. 4-ാം തീയതി സാഫി കോളേജിൽ പരിപാടി. 5-ാം തീയതി നാദാപുരത്ത് പരിപാടി, നാദാപുരത്ത് ഒരു ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പരിപാടി. 6-ാം തീയതി മുക്കം ഫെസ്റ്റ്. 7-ാം തീയതി വേറെന്തോ പരിപാടി. 7-ാം തീയതി കല്ലായോ കല്ലടി കോളേജിലൊരു പരിപാടി. 8-ാം തീയതി എവിടെയോ ഒരു പരിപാടി. 9-ാം തീയതി കോട്ടക്കൽ പരിപാടി. അങ്ങനെ 10 പേരുടെ പരിപാടി, 11 പരിപാടി, 13, 14 ഒക്കെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വ്ളോഗ് ചെയ്യൽ ഭയങ്കര റിസ്ക്കാണ്. എന്നിരുന്നാലും ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ചുകൊണ്ടും നിങ്ങളെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ട കുടുംബമായതുകൊണ്ട്, കാരണം ഞാൻ എന്താ പറയുക, പരിപാടിക്ക് പോകണവരില്ല. പരിപാടിക്ക് പോകണം നമുക്ക് വേറെ തന്നെ ആൾക്കാരാണ്. നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ കുടുംബക്കാർ, യൂട്യൂബ് കാണണമെങ്കിലും നമ്മൾ യൂട്യൂബ് ആസ്വദിക്കണം. ഞാൻ കാണാൻ എൻ്റെ കുടുംബക്കാരായിട്ടാണ്. കാരണം കുടുംബത്തിലെ എടാ പോടാ ബന്ധാണ്. അതായത് എവിടെ ചെന്നാലും നമ്മളെ കൂടെ ഉണ്ടാവുന്ന ആൾക്കാരാണ്. എപ്പോഴും നമ്മളെ ഡെയിലി നമ്മളെ കുടുംബക്കാർ നമ്മളെ കുറിച്ച് അറിയുന്നതിനെക്കാട്ടിലും യൂട്യൂബ് നമ്മളെ കാണുന്നവരെ നമ്മളെ കുറിച്ച് വ്യക്തമായ നോളജ് ഉണ്ട്. ലാഫിയെ എന്തെങ്ങനെ കിടക്കുന്നത്? ആര്? വേറെ ഏതെങ്കിലും കുട്ടികളെ പഠിച്ചിട്ടോ? വേറെ ഏതെങ്കിലും കുട്ടികളെ പഠിക്കണത് എന്തിനാണ് ഇങ്ങനെ കിടക്കണത്? ഇതെന്താ മുട്ടായി കിട്ടിയാ? ഇല്ല, അത് ആ നമ്പർ ഒന്നും കൊടുക്കാം. വേണ്ട, പേജ് പറഞ്ഞു കൊടുക്കാം. ക്രാഫ്റ്റി പേപ്പേഴ്സോ കേപ്പേഴ്സ് 2.0. അപ്പോൾ ഓല അയച്ച ഗിഫ്റ്റ് കാണാം. നമ്പർ കൊടുത്താൽ ഞാൻ പൊളിച്ചിട്ടില്ല. ആ കുട്ടി എന്നും ചോദിക്കും പൊളിച്ചോ. ഞാൻ പൊളിച്ചിട്ടില്ല. ഇതൊന്ന് ഓപ്പൺ ചെയ്യും മച്ചി. ഇങ്ങനെ കുത്തി പൊളിച്ചാ സാധാ തുറക്കാം. ഇതിങ്ങനെ തുറക്കണ്ടേ? ഇതിനൊരു രീതി ഉണ്ട്. അജു ഇത് തുറക്കൂ. ഗേൾസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തുറന്ന ശീലമുള്ള അജു അതാണ്. എന്താണ് അറിയാത്ത കിടക്കേ. ഇത് പാർപ്പിച്ച കിട്ടുക.
എന്താ പേഴ്സോ? ഓഹോ എൻ്റെ മോനെ മ്യൂസിക്കൽ പേഴ്സൺ കിട്ടിയിട്ടാ. ഹനാനെ എഴുതിയിട്ടൊരു ലവും പിന്നെ ഇവിടെ ഷാൻ്റെ എസ് മ്യൂസിക്കും അഫി ഞാൻ ഇമ്മച്ചി ഇപ്പച്ചി ഈച്ചു ഡാഡി ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പൈസ കയ്യിൽ കൊണ്ടിരിക്കല്ലോ ഒക്കെ UPI ആണ്. ഇതെന്താ ഇത്? അതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് ഇട്ടാ. നമ്മളെ കുടുംബത്തിലെ ഒരുപാട് ഫോട്ടോസ് ഇതിൻ്റെ ഉള്ളിലാക്കി തന്നിട്ടുണ്ട്. പണ്ടത്തെ ഫോട്ടോസ്, വെല്ലിപ്പാൻ്റെ ഫോട്ടോസ്, ഉമ്മാൻ്റെ ഫോട്ടോസ്, ഉമ്മച്ചി ഇപ്പച്ചിയും. ഞാൻ മാവേലിയായ ഫോട്ടോ വരെ ഇതിൻ്റെ അറ്റാച്ച് ചെയ്ത് വിട്ടിട്ടുണ്ടാ. അതെ ഇന്നലെ പൊളിച്ചു തുടങ്ങിയാണുള്ളത്. പിന്നെ എനിക്കൊരിത് കാണിച്ചു കൊടുക്കാൻ, ഇത് ഞാൻ ലാസ്റ്റ് ഇപ്പോൾ അടുത്ത് വേറൊരു കോളേജിൽ പോയി, IHRD കോളേജിൽ പോയി. അപ്പോൾ IHRD കോളേജിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഇത്. കാരണം ഇത് എനിക്കവിടെ പോയ ടൈമിൽ ഞാൻ ബെൽറ്റ് എടുക്കാൻ മറന്നു. രാവിലെ 6 മണിക്ക് ഇവിടുന്ന് നീച്ച് പോയിക്കാണ്ട് അവിടെ തപ്പി ബെൽറ്റില്ല, പാൻറ്റ് ലൂസായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളൊരു ചെങ്ങാൻ്റെ ബെൽറ്റ് ഞാൻ വാങ്ങിയിട്ട് ഞാൻ അവനോട് പറഞ്ഞു പരിപാടി കഴിയുമ്പം ബെൽറ്റിൻ്റെ അടുത്ത് തിരിച്ചു വാങ്ങണം പറഞ്ഞു. ഓലോട്ട് ചോദിച്ചില്ല, എനിക്കൊട്ട് കൊടുക്കാൻ പറ്റുമില്ല. അങ്ങനെ ഈ ബെൽറ്റ് കൂറ്റമ്പാറ എത്തിയിട്ടുണ്ട്. അപ്പോൾ IHRD കോളേജിൽ നിന്ന് ആരെങ്കിലും കൂറ്റമ്പാറ വൈക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു കൊണ്ടുപോകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് നിങ്ങളെ ബെൽറ്റാണ്. വേറെ ഇതിലൊരു ചിത്രമുണ്ട്. ഇത് നമ്മളെ ഇവിടുത്തെ പരിപാടിക്ക് വരച്ചെന്നമ്മ. ഇതൊക്കെയമ്മ ഗലീലിൻ്റെ ടെലിസ്കോപ്പ് പോലെ. ഇതരെ വരച്ചറിയോ? റഷീദ് ആർട്ട് കേട്ടോ. മുപ്പര് എനിക്ക് മുമ്പും ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മളെ അടുത്ത സുഹൃത്താണ്. വളരെ അടിപൊളിയായ രീതിയിൽ എന്നോട് അന്ന് പറഞ്ഞു ഇനി പെട്ടെന്ന് ടൈം കിട്ടാതെ ഒരു ദിവസം കൊണ്ടിട്ട് വരച്ചതാണ് പറഞ്ഞു. പക്ഷെങ്കിൽ അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടാ. ഒരു ഇതാ ഒരു ഫ്രെയിം ഇട്ടാ. ആ പേജ് ഒന്ന് അയച്ചു തരാൻ മതി. പിന്നെ രണ്ടാമത്തെ സാധനം, ഇത് ഇന്നലെ നമ്മൾ ബാംഗ്ലൂർ പരിപാടിക്ക് പോയിട്ടാ. അപ്പോളോ അപ്പെക്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടുന്ന് പരിപാടിയിൽ നിന്ന് കിട്ടിയ പതക്കാണ് ഇത്. പിന്നെ ഞാൻ തന്നെ വാങ്ങിയിട്ടാ ഈ 2 ഷൂ. ഇതിന് ഇടാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. 2 ഷൂവിൻ്റെ പുതിയ 2 ഷൂ ആണ്. കാരണം ഞാൻ ഒന്നായിട്ട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ടൈപ്പ് ഒരാളല്ല കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ ലാസ്റ്റ് യൂസ് ചെയ്യുന്ന ഷൂ ഞങ്ങൾക്ക് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാവും എൻ്റെ ഷൂ. ഇത് 3 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഷൂ ആണ്. ഇതിപ്പം ഒരു 1 ഇയറിൻ്റെ അടുത്തായിട്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഷൂ ആണ്. എല്ലാ പരിപാടിക്കും ഇട്ടിട്ട് ഏകദേശം ഇങ്ങനെ ആയി. ഇനിയിപ്പോൾ ഇത് കേക്കും സെറ്റ് ചെയ്യണം. പിന്നെ എനിക്കൊരു ഷൂ കൂടി ഉണ്ട്. ഇതും ഇതെൻ്റെ മറ്റൊരു ഷൂട്ടാ. 3 കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഷൂസാണ് ഈ 2 ഷൂസ്. അപ്പോൾ 3 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ഷൂ മാറ്റുന്നത് കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു ലോയൽ ചങ്ങായിയാണ് വെൻ ഇറ്റ് കംസ് ടു ഷൂസ് അങ്ങനെ ഇങ്ങനെ നമ്മൾ മാറ്റലില്ല. പക്ഷേ ഇപ്പോൾ പരിപാടി കുറേ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ മാറ്റേണ്ടി വന്നാ കേട്ടോ. പിന്നെ അടുത്ത ഉണ്ടാവുള്ളൂ അമ്മ. അപ്പോൾ ഇങ്ങനത്തെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടാ. ക്രാഫ്റ്റി കേപ്പേഴ്സ് 2.0 പറഞ്ഞ പേജിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റ് ഉണ്ടാവും. എടപ്പാളുള്ള ആൾക്കാരാണ്. ചങ്ങനകുളം ഫിദ ഫിറോസാണ് കുട്ടിയാണ് കേട്ടോ. ഇതൊക്കെ ആ കുട്ടി അയച്ചതാണ്. അടിപൊളി. ഇങ്ങനത്തെ ഫോട്ടോ വിദേശത്തേക്കും സ്ഥലം മാറി പോണവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. കുടുംബങ്ങളെ കാണാം. അങ്ങനെ ശരിയാ. ഇതെന്തായാലും എനിക്ക് ആവശ്യമാണ്. കാരണം പെരയിലില്ല, പണിക്ക് പോയി. യൂട്യൂബത്തെ എല്ലാവർക്കും മിസ് ചെയ്ത് ഞങ്ങൾക്ക് അതിലേറെ 11 മണിയായിട്ട് ഉറങ്ങിയിട്ടില്ല. ഉള്ളപ്പോ ഉറങ്ങാതൊക്കെ ഇല്ലാത്തപ്പോ ഞങ്ങൾക്ക് ഉറങ്ങാലോ. അതുകൊണ്ടാണ് കേട്ടോ വ്ളോഗ് വരാത്ത. ഇമ്മച്ചിക്കൊക്കെ എന്നെ മിസ് ചെയ്യൽ തുടങ്ങി. അതായത് നമ്മളിപ്പോൾ വീട്ടിലുണ്ടാവണ സുഖം, അവനാൻ്റെ വീട്ടിൽ അവനാ നിന്ന് ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ. പെരക്കാരപ്പം കുടിക്കാരപ്പം ഒരു നല്ല ചോറൊക്കെ ഉച്ചക്ക് കഴിച്ച് വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ച് രാത്രി ഉള്ളപ്പോൾ കടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ. വേറെ ഇത് ഇതെന്താ മാർക്കോ? മാറിക്കോ ഇതെന്താ? മാറിക്ക മാരിക്ക ഫ്രൈഡൽ ആൻഡ് സ്പൈസസ് യുണീക് ബ്ലെൻഡഡ് ടേസ്റ്റ്. ഇതാണ് നമ്മള് ചിക്കൻ കറിയിലൊക്കെ ഇടണ ഗരം മസാല. ഇത് അവര് വീട്ടിൽ സെറ്റ് ചെയ്യണ സാധനം. പക്ഷെ നല്ല അടിപൊളി സാധനം. കണ്ട വെഞ്ചി
അവര് പെപ്പർ നമുക്ക് ഹോം മെയ്ഡ് ജസ്റ്റ് പൊടി കുറച്ച് പെപ്പർ എടുത്ത് ഇങ്ങനെ മൂക്കുകൂടെ വലിച്ചു വിട്ടാലേ അല്ല എനക്ക് ചുക്കുവെള്ളം ഉണ്ടാക്കാൻ എടുത്ത് അപ്പൊ ഈ മാരിക്ക ടീമിന് ഈ എന്നോട് ചോദിക്കലില്ലേ ചുക്കുവെള്ളം അതിന് ഒറിജിനൽ അതായത് ഇതിന്റെ ശബ്ദം നിലനിർത്തി തരുന്നതിന് മാരിക്ക ടീമിന് എന്റെ ഒരു നന്ദി. പിടിച്ച് വേഗം തുറക്കി. ഇവിടെ മറ്റേ കൊച്ചാപ്പ ഗൾഫിൽ നിന്ന മാതിരി ഒരു ലോഡ് സമ്മാനം. ഇതെന്തായോ ഗൈസ്, എനിക്ക് ചീത്ത കിട്ടൽ തുടങ്ങി വീട്ടിൽ നിന്ന്. ഇക്കണ്ട സമ്മാനങ്ങൾ മൊത്തം ഒരു കിസിക്ക് എന്നൊരു ഫോട്ടോ അടിച്ചു കൊടുക്കും. ഇനി ഇത് അപ്പം ഒരു ലോഡ് സാധനങ്ങൾ ഇവിടെ വന്നിട്ട് ഇതൊന്നും വീഡിയോ ഇടാതെ വെച്ചതിന് വെച്ചിട്ട് പള്ളർച്ച് എനിക്ക് ചീത്ത കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ചീത്തകൾക്കിടയിൽ ഞാൻ പരിപാടിക്ക് ഇങ്ങനെ പോവാണ്. ഇനി ഇതാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. ഞാൻ പല ടീച്ചർമാരെയും കണ്ടിട്ടുണ്ട്, പല സ്കൂളിൽ ഞാൻ പോയിക്കണം, പല ടീച്ചർമാരെ കണ്ടിട്ടുണ്ട്, പല സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിരിക്കണം, അല്ലാണ്ടും പോയിക്കണം. അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി സ്വന്തം സാലറിയിൽ നിന്ന് എടുത്തിട്ട്, അതായത് സ്കൂളിലെ ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ ടീച്ചർമാരെ ആവശ്യമില്ല, ഇപ്പോൾ ഗവൺമെൻറ് എന്തായാലും കൊടുക്കും. പക്ഷേങ്കിൽ സ്വന്തം സാലറിയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന ടീച്ചർമാർ വളരെ റയറാണ്. ഇപ്പോൾ ഒരു സ്കൂളിലത്തെ അവസ്ഥ എടുത്ത് നോക്കിയാൽ ഒരു 10-25 ടീച്ചർമാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 ആൾ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു 3 ആൾ കൊടുത്താൽ ഞാൻ കണ്ട സ്കൂളുകളിലിട്ട് ചിലപ്പോൾ കൊടുക്കുന്ന സ്കൂളുകളുണ്ടാവും. കുറേ ടീച്ചർമാർ ചെയ്യുന്ന ആധുനിക യൂത്ത് ടീച്ചേഴ്സ് വരുന്ന സ്കൂളുകളുണ്ടാവും. അപ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, ഉമ്മച്ചിൻ്റെ ശമ്പളത്തിൽ നല്ലൊരു സംഖ്യ എപ്പോഴും പോണത് ഉമ്മച്ചിൻ്റെ കുട്ടികൾക്ക് ഇമ്മച്ചി സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനും സാധനങ്ങൾ കൊടുക്കാനുമാണ്. അങ്ങനെ ഉമ്മച്ചി കുട്ടികൾക്കും വേണ്ടി വാങ്ങിയ സാധനങ്ങളാണ് കേട്ടത്. ഇത് കുറച്ചൊന്നുമല്ല, ലോക്കലും അല്ല, നല്ല ബ്രാൻഡിൻ്റെ. ഇത് ഫുള്ള് ഉമ്മച്ചിൻ്റെ കുട്ടികൾക്ക് ഗിഫ്റ്റ് പോകാനുള്ള സാധനങ്ങൾ കേട്ടോ. 3ത്തെയും 4ത്തെയും കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കണവർക്ക് കൊടുക്കാനുള്ള സമ്മാനം കിളിപ്പച്ച, പച്ച, വെള്ള, നീല, നീലപ്പച്ച, റോസ് പച്ച, അമരപ്പച്ച, 10-20 റുപ്യ. അത് മാത്രല്ല, ഇത് വിലൻ്റെ അല്ലമ്മ, ഇത് കൊടുക്കാനുള്ള മനസ്സിനാണ് പോയിന്റ്. ഒരുപാട് ശമ്പളം വാങ്ങി എച്ച് എം ആയിങ്ങാണ്ട് ലക്ഷം സാലറി വാങ്ങുന്ന ടീച്ചേഴ്സ് പോലും കാണിക്കാത്ത മനസ്സാണ് ഇമ്മച്ചി കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്ന ടീച്ചർമാർ ഒരുപാടുണ്ട്. അപ്പോൾ ഓൾക്കൊക്കെ എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. കാരണം ഗവൺമെൻറ് സ്കൂളിലത്തെ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഗവൺമെൻറ് പഠിച്ചു വന്നു. ഇതൊക്കെ എത്രത്തോളം ഗവൺമെൻറ് സ്കൂളിലത്തെ പല റിമോട്ട് ഏരിയകളിലുള്ള കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ഓൾക്കൊരു കിട്ടും, അങ്ങനെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട്. ഒരു ടീച്ചറെ നമുക്ക് ഇപ്പോൾ ഉച്ചക്കഞ്ഞിയും പയറും മുട്ടിയും കഞ്ഞിയും മുട്ടിയും പാലൊക്കെ ഗവൺമെൻറ് കൊടുക്കണം. അതെന്തായാലും എല്ലാ സ്കൂളും കിട്ടും. അതിൽ നിന്ന് വേറിട്ട് ഒരു സമ്മാനം ടീച്ചറെ കയ്യിൽ നിന്ന് ടീച്ചർ വാങ്ങി തരുമ്പോൾ അതിന് കിട്ടുന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ഉമ്മച്ചി പഠിപ്പിച്ച കുട്ടികളെ എവിടെ നിന്ന് ഉമ്മച്ചിനെ കണ്ടാലും മിസ്ര ടീച്ചറെ മകനല്ലേ. ഇപ്പോൾ ഇവിടെയുള്ള കുറേ കുട്ടികൾക്ക് ഉണ്ടല്ലോ, എൻ്റെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒന്നും അറിയില്ല, മിസ്ര ടീച്ചറെ മകനാണ്, അങ്ങനെ എന്നെ അറിയാം കേട്ടോ. അപ്പോൾ അത് പറഞ്ഞാൽ അങ്ങനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വിടണോണ്ടാണ്. ഇത് ഫുള്ള് ഗ്ലിറ്റർ പെൻ ഇട്ടാ അടിയാ കൈ അഫീഫിന് ചെയ്തിട്ടെ. അത് അങ്ങനെ ചോദിച്ചോ എന്നാ വേണ്ട, അങ്ങനെ എഴുതി കഴിച്ച കൊടുത്തു ചോദിക്കണല്ലോ കേട്ടോ. ഗ്ലിറ്റർ പെന്ന്, പിന്നെ ഇത് ഡോറേമോന്റെ പൗച്ച് കേട്ടോ. ഓ പേരൊന്നും അറിയില്ല, അത് വാങ്ങി കൂട്ടി കണ്ടപ്പോ. അയിമ എഴുതൂലേ, സ്പൈഡർമാന്റെ പേര് എഴുതൂലല്ലോ. അത് ശരി. ഇനി ഇത് ഫുള്ള് ക്രയോൺസ് കേട്ടാ. ഇത് ഫുള്ള് കട്ടർ. ഇത് ഫുള്ള് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഉമ്മച്ചിൻ്റെ വക. അത് നിങ്ങളെ കുട്ടികൾക്കല്ല, അതെല്ലാവരും കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഇതാ എൻ്റെ മോനെ ഫണ്ടണ്ട് എറിഞ്ഞു കേട്ടോ അമ്മച്ചി. ചെറുപ്പത്തിൽ ഇതൊക്കെയാണ് ഞാനൊക്കെ സ്കൂൾ പോയപ്പോൾ ഉണ്ടായിരുന്നല്ലോ. ഞാനൊക്കെ പഠിച്ച് കളക്ടറായി കാണുമ്മ. അവധിന് കൊടുക്കുന്നുണ്ട് ഞാൻ പിറ്റേസം തന്നെ, വെറുതെ ഒരു അവധി, മഴ ഇട്ടിട്ടില്ലെങ്കിലും. പണ്ട് കാര്യമില്ല. വേറെ ഫ്രെയിം ഒക്കെ അല്ല കേട്ടോ. അപ്പം ഇനിയുള്ളത് അഫിയ നീച്ച ഈ സാധനങ്ങളൊക്കെ എടുത്തൊന്ന് അവിടെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും
അങ്ങനെ നീക്കല്ല, എനിക്ക് പരത്തി വെക്കാനാ. ഇതടാ ഇത് ഫുള്ള് അങ്ങോട്ട് നീക്ക്. ഇതൊക്കെ ഇവിടുന്ന് എടുത്ത് കൊണ്ടേക്കോ. ഇവിടുന്നോ പോയത് അറിഞ്ഞിട്ടില്ല ഇനി. അപ്പൊ എന്തിലൊക്കെയാ പഠിച്ചിനി? പരീക്ഷന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇവിടുന്നാണ് ഇപ്പൊ കിട്ടണ കേട്ടാ. ടെക്സ്റ്റ് അല്ല, നോട്ട് പലതും ഇപ്പൊ ഇവിടുന്ന് കിട്ടി. ഒരക്ഷരം പറയ ബുക്ക് കാണാനില്ല. അല്ല കാക്കട്ടെ റബ്ബേ. ഇന്നിപ്പോ മാസം ദിവസം കണക്കൂട്ടി എത്ര ദിവസം? അറ്റ്ലീസ്റ്റ് 2 ദിവസമെങ്കിലും അറിയാലോ പരീക്ഷ എന്നാ നടക്കണ. സപ്പോർട്ട് പഠിക്കണുണ്ടല്ലോ. എന്താ ഇത് ഫുള്ള് അമ്മച്ചിന്റെ സ്കൂളിൽ കുട്ടിയാക്കുള്ള കേട്ടോ. കണ്ടോളിയും മറിക്കും. ഇതെന്താ കളർ? ഇതെന്താ? അതോ അച്ചാറോ? എന്റെ ഒക്കെ ഹൈ ക്വാളിറ്റി ഗിഫ്റ്റ് കേട്ടോ. 18 രൂപ ഒന്നിന്. ഓ എറൈസർ ഇങ്ങനത്തെ ട്ടാ. ഞാനൊക്കെ പഠിച്ച് കളക്ടർ ആയിക്കണം. അപ്പൊ തന്നെ ഞാനൊക്കെ തെറ്റുകൾ മായ്ച്ച് തിരുത്തും. 4ാം ക്ലാസ്സിൽ വെറുതെ ഈ റബ്ബറൊക്കെ എനിക്കന്നുണ്ടായിണ്ടല്ലോ, ഞാൻ വെറുതെ തെറ്റിച്ചാണ്ട് മായ്ക്കും. അങ്ങനത്തെ കുട്ടികളോട് ഞാൻ എന്താ പറഞ്ഞിട്ട് എനിക്കറിയോ, ഇതൊക്കെ ഞാൻ അങ്ങനെ വെക്കും. എന്നിട്ട് സമ്മാനത്തിനുള്ളോലെ വിളിക്കും ഇങ്ങനെ വെച്ചിട്ട്. അപ്പൊ കുട്ടികൾ ഇങ്ങോട്ട് ഇതിനൊരു പേഴ്സ് എടുത്തിട്ട് ഇതിന്ന് ഇങ്ങനെ ഓരോന്ന് എടുക്കല്ലേ. അല്ല അറിയാം, ഇതിന്ന് ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പാടുള്ളൂ. അതിനിങ്ങോട്ട് കൺഫ്യൂഷൻ ആയിട്ട് കുട്ടികൾ അറിയണേ, നിങ്ങൾക്ക് ഒരേ മറ്റ സാധനം തന്നാ പോരേനിയോ അങ്ങോട്ടല്ലേ. കൺഫ്യൂഷൻ ആയി പോയി. അതായത് ഉമ്മച്ചി ഇതിൽ കൊടുക്കുന്ന ഡീൽ എങ്ങനെയാ വെച്ചാല് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാന്നുള്ള ഡീലാണ് ഉമ്മച്ചി കൊടുക്കുന്നത് കേട്ടോ. ഇഷ്ടമുള്ള എടുക്കാം. അപ്പൊ ഇത്രയും സാധനങ്ങൾ കേട്ടോ ഒരു സാധാ ഗവൺമെന്റ് ടീച്ചർ സ്കൂളിലേക്ക് വാങ്ങുന്ന രീതിയിലല്ല ഉമ്മച്ചി വാങ്ങിയിട്ടുള്ളത്. സാധനങ്ങൾ അങ്ങോട്ട് വാങ്ങിയിട്ട് നിറച്ചിക്കണം. ഇനി എന്താ ബാക്കിയുള്ളമ്മ? കാത്തുനിന്ന് ഞാൻ അതൊക്കെ കാത്തിക്കണം. എനിക്ക് എന്താ വെച്ചാലേ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞേ ഇത്രയും സാധനം വാങ്ങാനുള്ളതാണ്, അപ്പൊ അമ്മച്ചി വാങ്ങിയതാണ്, എനിക്ക് എന്തായാലും അതിന്റെ വീഡിയോ അമ്മച്ചി എടുക്കാൻ തരണം. അപ്പൊ അമ്മച്ചി അല്ല അജി പിന്നെ എടുത്തോണ്ട് ഞാൻ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ അങ്ങോട്ട് ഇങ്ങോട്ട്. അവസാനം ഞാൻ എന്ത് ചെയ്തു, 4 ദിവസം കുട്ടികൾ ഇത് കിട്ടാതെ പിടിച്ചുകൊണ്ട് 4 ദിവസം മുട്ടായി സ്പോൺസർ ചെയ്തു. ഇതിന് പകരം മുട്ടായി കൊടുക്കാൻ വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് ഓളോട് സങ്കടം പറഞ്ഞ് ഓളെ ഡീലാക്കിയാക്കി. ഓളെ വിളിച്ച് അതിലൊരു കുട്ടി പിറ്റേന്ന് 3-4 ദിവസം കിട്ടും എന്ന് വിചാരിച്ചിരുന്ന കുട്ടി ഉണ്ടായിരുന്നു. ഓളെ ഞാൻ വീഡിയോ കോൾ ചെയ്തു. എന്നിട്ട് പറഞ്ഞു മുത്ത എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ട്, അപ്പോൾ നാളെയും കൂടി കഴിഞ്ഞിട്ട് തരാട്ടോ, കാക്ക കൊടുത്തു വിടട്ടോ. അതിലിങ്ങനെ മനസ്സിലോടെ ഒരു മുട്ടായി വാങ്ങിയാണ്ട് ഓളെ അഡ്ജസ്റ്റ് ആയിട്ടോ. ഓളെ വാപ്പ പോവുക ഗൾഫിക്ക്, എന്നിട്ട് സ്കൂൾക്ക് നിൽക്കുക. ഇത് കിട്ടും ഗൾഫ് പോണെന്ന്. എന്നിട്ട് അവസാനം ഓളമ്മണ്ടിനെ വിളിക്കണു, ടീച്ചറെ സമ്മാനം കൊടുത്തു. ഇല്ല അതിനാണ് ഓള് പോകുന്നത് കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട്, നാങ്ങളുടെ വിടട്ടോ ഓളെ കൊണ്ടോ കൊടുക്കൂലല്ലോ ചോളിനോട് ഇല്ല പറഞ്ഞു. എന്നിട്ടാ അവള് എന്തോ പോയത്. ഇതെന്താ ഇതിലുള്ള അത് ബെഞ്ചിയുടെ സഞ്ചി സഞ്ചി ഇനി ബെഞ്ചി തന്ന കേട്ടോ. ഇതൊരു ലോഡ് സാധനം പഠിച്ച ഇവിടെ സമ്മാനങ്ങൾ വെച്ചാണ്ടേ ഇവിടെ പേര വലുതാക്കേണ്ടിയിരിക്കുന്നു. ബെഞ്ചിയുടെ സഞ്ചി മറിക്ക്. അതിനകത്ത് ഇന്ന് കഴിച്ചടാ, കാത്തിക്കാൻ വെച്ചില്ല. എടാ ഒന്നും തോന്നരുത്, ഞാൻ തിന്നു വെഞ്ചി. അടിപൊളി വെഞ്ചി. പാക്കറ്റ് പൊട്ടിച്ച് ഒന്ന് തിന്നു, ബാക്കി മുഴുവൻ തിന്നിട്ടാ പിന്നെ കടന്നിറങ്ങി. അറിഞ്ഞിട്ട് പോലില്ല.
എടാ എനിക്ക് ഒറ്റക്കായപ്പോ ഭയങ്കര വിഷമം വന്നു. അതിന് തിന്നല ഇതെടുത്താണ്ട് ഈച്ചുമില്ല, ഇപ്പച്ചി ഉറങ്ങുക, എനിക്ക് സങ്കടം, എനിക്ക് വിഷമം. ഞാൻ അവിടെ ഇരുന്ന് തിന്നു. അല്ല എന്താ വിഷമം തീരണ്ടേ? ഇത് നല്ല രസമുണ്ട് ശർക്കര ഉപ്പേരി. ശർക്കര ഉപ്പേരി കഴിഞ്ഞുട്ടോ വെഞ്ചി വിടുന്നേ. ഇനി കാലിക്കറ്റ് ചായ് അല്ല കൽക്കട്ട ചായ്, ജിഞ്ചർ ചായ്, കാലിക്കട്ട ചായ്. പിന്നെ ബെഞ്ചി, ഐ ഹാവ് ഹേർഡ് ഓഫ് ദിസ് ചിക്ക് പീ. ഇത് ചില്ലി ആൻഡ് ലൈമിന്റെ ചിക്ക് പീ. ഇത് പ്രോട്ടീൻ കണ്ടന്റ് റൈറ്റ്. So all the things I have, it's like all like it's from organic. പ്രോട്ടീൻ 17 gram പ്രോട്ടീൻ. ഓർഗാനിക് സ്റ്റോറിന് അത് വാങ്ങിട്ടോ. പിന്നെ ചേമ്പാണ്, ചേമ്പ് ഫ്രൈ. Oregano and basil. ഒറിഗാനോ ആൻഡ് ബാസിൽ. ബാസിലിനെ ഇപ്പൊ എനിക്ക് കാണാൻ കിട്ടുന്ന എങ്ങനെയൊക്കെയുണ്ട് പല തായ്ലൻഡ് അല്ലേ, തായ്ലാൻഡ്. ഓൻ വരുമ്പോ എന്തൊക്കെയോ കൊണ്ടുവരണേ നോക്കട്ടെ. ഓനെ വിളിച്ചാ, ഓനോട് ഇവിടെ വരാൻ പറഞ്ഞ വരണ്ട, സാധനം കൊണ്ടുവന്നാ മതി. ഇതിന്റെ പകുതി ഇപ്പച്ചി തിന്നതാ, ഇനി അത്രയേ ഉള്ളൂ. Try that. It's really nice. It's coconut, jaggery. ഇതേ ഇവിടെ സാധനങ്ങൾ വെക്കാൻ പറ്റില്ല ബ്രോ, എല്ലാം കഴിഞ്ഞു ബ്രോ. ബെഞ്ചി രാത്രി എണീറ്റ് കണ്ടേ ലൈറ്റ് ഇടാതെ ജാഗിരി ബിസ്മില്ലാ. Blood result എന്നിട്ടോ ഇപ്പച്ചിന്റെ ബ്ലഡ് റിസൾട്ട് ഉണ്ടോ? ബ്ലഡ് റിസൾട്ട് അതൊന്നും നോക്കണ്ട, അതിലൊന്നും എന്താ എഴുതിക്കണോ ഒന്നും അറിയില്ലാറുണ്ടോ? എല്ലാം പുറത്തും തുറന്നോക്കി. നോർമൽ 80/140, ഇപ്പച്ചിന്റെ 210. നോർമൽ ഹൊറിബിളായി. ഹൊറിബിൾ. HA1C കുറച്ച് ഉണങ്ങി. 3 മാസത്തെ ബ്ലഡ് ഷുഗർ 10.5. എങ്ങനെ അടിച്ചു കയറാക്ക? ഞാൻ ഒരു ഷോർട്സ് ഇട്ടുണ്ട്, ഒരു വീഡിയോ എന്റെ അടുത്ത് ആളെ പോയിട്ട് അല് വന്നു രാത്രി ആരും കാണാതെ. ഇപ്പച്ചി പറയണെന്ന് ഞാൻ വല്ലപ്പോഴും മധുരം കഴിക്കണോന്ന്. വല്ലപ്പോഴും രാത്രി മാത്രം. അതല്ല, നിലമ്പൂർ പാട്ടിന്റെ അലുവ മുഴുവൻ തിന്നിക്കണേ. നിലമ്പൂർ പാട്ടിന്ന് lavender buds. You can mix it in hot water and drink. ഇത് ചൂടുവെള്ളത്തിൽ മുക്കി തിന്നണം കേട്ടോ. അതൊക്കെ തിന്നണ ഒരു വ്ളോഗ് നമ്മളത് വരുന്നുണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇതെന്താ? സ്വീറ്റ്. സ്വീറ്റ് ഒക്കെ പച്ചി തിന്നു. ഫേമസ് സ്വീറ്റ്. അത് തിന്നിട്ടില്ലേ? മിക്സ് ഓഫ് ചെറിയ കഷ്ണം തിന്നിട്ടുള്ള എനിക്കെന്തോ ഭാഗ്യം. It's already cut into pieces. You just have to കാണിച്ചു കൊടുത്തു ആൾക്കാർക്ക്. കവറല്ല, സാധനം കാണിച്ചു കഴിക്കെല്ലാരും. എടാ തിന്നോക്കിയടാ. തിന്നോക്കിയാ കണ്ടു പറയും. നല്ല രസമുണ്ട്, അടിപൊളി. Where do you got all these from? Bangalore? ബെഞ്ചി വരുമ്പോ ഒരു സഞ്ചി ഉണ്ട്. ബെഞ്ചിന്റെ കൂടെ ഒരു സഞ്ചി എന്തായാലും വരുന്നുണ്ട്. ഇതാണ് സഞ്ചി. ഇങ്ങോട്ട് ഗ്രീൻ ടീ. ദീപപ്പം അല്ല, എന്തോ ഒരു സ്പെഷ്യൽ ലഡു. അതിപ്പ പറയാ അത് അതിന് മാത്രം മധുരം എല്ലാവരും ബാക്കിയൊക്കെ ഇപ്പൊ തിന്നു. ഒക്കത്തിൽ വല്ല വന്നിൻ്റെ അടുത്ത് ചമച്ച് ഇങ്ങനെ കിടക്കുക. അതിൽ ഞാൻ ചോദിച്ചു നിങ്ങളെ 2 o'clock അതിൽ ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ ഉറങ്ങിക്കാണ്ട് ചോദിച്ചു എന്താ നിങ്ങൾ തിന്നണത്, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കല് എനിക്ക് ഉറക്കം വരുന്നില്ല. അത് അത്ര വലിയ മധുരമൊന്നുമില്ല, ഞാൻ കുറച്ച് തിന്നിട്ടുള്ളൂ പറഞ്ഞു. അതോടുകൂടി എൻ്റെ ഉറക്കം പോയി. പിന്നെ ഞാൻ മറ്റേ സാധനം എടുത്ത് തിന്നു. അതല്ല അങ്ങനെ എനിക്ക് ടെൻഷൻ വന്നിട്ട് ഞാൻ ശർക്കര. ഈ ഷുഗറാര് ഇവലൊക്കെല്ല ടെൻഷൻ വരുന്നതിന് മുട്ടായി തിന്ന് ടെൻഷൻ വന്ന അമ്മമാരിപ്പമാരെന്താ കാട്ടെ, എവിടെയും പോയി കടന്നുറങ്ങാൻ അല്ലെങ്കിൽ സൈഡായിരിക്കല്ലേ. ഇവര് ടെൻഷൻ വരുന്നതിന് പേരയിലുള്ള മുട്ടായും കുടുംബക്കാർ വരുന്ന മുട്ടായി ആൾക്കാർ അയക്കുന്ന സാധനങ്ങളും ഇരുന്ന് തിന്ന സങ്കടം വരികയാണ്. 85% ഡാർക്ക് ചോക്ലേറ്റ്. ഇത് തിന്നോക്കാം. ബിയർ മിനിമം ചിക്കി, മാക്സിമം എനർജി ബാർ. തൊണ്ടീത്ത പാത്തൂല്ലേ, തൊണ്ടീത്ത പാത്തു ഓളം വെച്ച് എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കി തരലുണ്ട്. തൊണ്ടീത്ത പാത്തു ഓല് ഇവിടെ ഒരു 3 കിലോന്റെ കാരക്ക കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് വെച്ച് വെക്കണമാതിരി തിന്നുന്നുണ്ട്. ഇനി എല്ലാവർക്കും വെക്ക് കൂടാ. ആ പെട്ടിയിലുണ്ട് 3 കിലോ കാരക്ക. ഓലെ വാപ്പ നിൽക്കുന്ന തോട്ടത്തുനിന്ന് ഫ്രഷ് പറിച്ചു കൊടുത്താച്ച, ഫ്രഷ് നാരങ്ങ, ഫ്രഷ് കാരക്ക. അതൊക്കെ ശരിയാണ്. ഇപ്പച്ചിന്റെ മേശമ്മ മധുരം പോണേല്ല. എങ്ങനെയാ പോവാ? എന്താ ചോദിച്ചോക്ക. ഞാനോ
ഇന്ന് ഇജ്ജ് വയനാട്ടിൽ നിന്ന് അവിടുന്ന് ചോരത്തുമ്പോ എന്താ വാങ്ങിയ? ഊട്ടി വർക്കി അതല്ല, അലുവ വാങ്ങിയിട്ടില്ല. ഉണ്ട്. അത് ഞാൻ കൊടുത്തല്ല, ഫേക്ക് ന്യൂസ്. അതിലുണ്ടല്ലോ അത് ഇപ്പച്ചെന്നെ കൊണ്ടുവന്നിട്ട് എന്റെ പേരില് അത്ര നുണ പറയാൻ പാടില്ല പറഞ്ഞിട്ട് ഞങ്ങളെ മാസം പഠിപ്പിച്ചാണ്ട് ആ സഞ്ചിയിൽ അലുവ ഉണ്ട്. ആ എന്നിട്ട് എടുത്തും കണ്ടിഞ്ഞോണ്ടാ അതിന്റെ കുട്ടി അലുവ എടുത്താ? അത് നമ്മളലുവല്ല, അത് ജിംഷാന്റെ അലുവയാണ്. പോയി വാങ്ങി പറ. അലുവ കണ്ടപ്പോ അതിന്റെ കുട്ടി മോന് സമ്മതിച്ചുള്ളതേ ഇറങ്ങിയേന് മധുരം നിർത്താന്. ഇപ്പച്ചി പേരും തീറ്റക്കാരനൊക്കെ ഉണ്ടാ? ഇതല്ലേ മെയിനുമ്മ? അതടുത്തത് മക്കളെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ കസക്കിസ്ഥാനിൽ നിന്ന ടൈമില് അഫിയ എടുത്തു അങ്ങോട്ട് വാ വെക്കാം. കസക്കിസ്ഥാനിൽ ഞാൻ നിന്ന ടൈമിൽ ഉമ്മച്ചി പറഞ്ഞു 20 അച്ചാറും കുപ്പിയും കണ്ടൊരു ടീമോ നിൽക്കണ. അത് ഞാൻ പറഞ്ഞു 20 അച്ചാറും കുപ്പിയും കണ്ടൊരു ടീമോ? അതേത് ടീമോ ഞാൻ ചോദിച്ചു. അപ്പം ആ ടീമിന്റെ അച്ചാറാണിത് കേട്ടോ. അതിലിപ്പോ 2-3 കുപ്പി കഴിഞ്ഞു. 2-3 അല്ല, എത്രണ്ണോ. ഇതാ കിസ്മിസ് ഉമ്മച്ചീസ് അച്ചാർ കേട്ടോ. കിസ്മിസ് ഗ്രേപ്പ് പിക്കിൾ. ഇരിക്ക അത്രക്കുണ്ട് ഒന്നും ചെയ്യാൻ വയ്യ. ഇത് കണ്ണൂർക്കാരാണ്. ഇവരെ ഉമ്മ എന്ത് കിട്ടിയാലും പണ്ടേ അച്ചാർ ഇടുമല്ലോ. അങ്ങനെ ഇതൊരു ചെറിയൊരു ബിസിനസ് പോലെ അവര് തുടങ്ങിയതാണ്. അപ്പൊ ഉമ്മച്ചി ക്യാൻസർ പേഷ്യന്റ് ആണ്. എങ്കിലും ഇത് നിർത്തുന്നതിനോട് ഉമ്മച്ചിക്ക് താല്പര്യമല്ല, സംരംഭം നിന്ന് പോകരുത്. അപ്പൊ ഉമ്മച്ചിന്റെ ട്രീറ്റ്മെന്റും കാര്യവും നടക്കണുണ്ട്. അപ്പം അവരൊരു സന്തോഷത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും അനക്ക് ബെഞ്ചിക്ക നമ്മളെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടും തന്നതാണ്. വെറൈറ്റിയാണ്. ഇനി ഏതാ വേണ്ടി ചോല അയച്ചും തരാം. എന്നാലും ഞാൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. ബീഫ് പിക്കിള്, കിസ്മിസ് പിക്കിള്, എന്തു അച്ചാർ, ഫിഷ് പിക്കിള്, ചെറീസ് പിക്കിള്, ഞാൻ തിന്നത് മാംഗോ പിക്കിള്, ഞാൻ തിന്നത് സ്കൂളിൽ നിന്ന് തിന്നതാണ്. ഞാനും എംടി പിക്കിള്. അതല്ല എംടി പിക്കിളല്ല, ഞാൻ ശബന അയന പിന്നെ ശംസു ഞങ്ങൾ 4 ആളും തിന്നതാണ്. വഴുതനങ്ങ ബെഞ്ചിനോട് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഇബലൊക്കെ ഉണ്ടല്ലോ, ഇബലൊക്കെ നമ്മളൊന്നും തിന്നാൻ പറ്റാത്ത ജന്തുവായി ജനിച്ചത് നന്നായി, അല്ലെ നമ്മളെയും പിടിച്ച് തിന്നി ഉറക്കത്തില്. എടാ അതൊക്കെ രസല്ലേ സ്കൂളിൽ നിന്നൊക്കെ തിന്നുമ്പോ. ഇതെന്ത് രസം. ഇത് പുളി പിക്കിൾ, ടാമറിൻ ജിഞ്ചർ പിക്കിള്, പൈനാപ്പിൾ പിക്കിള്, ഡേറ്റ്സ് പിക്കിൾ. ആ ബ്രോ, സോ മെനി പിക്കിൾസ്. ഗാർലിക് പിക്കിള്, ചില്ലി മാങ്ങ, ഹോട്ട് ആൻഡ് സ്വീറ്റ് മാംഗോ പിക്കിള്, ഒക്കെ പൊട്ടിക്കാത്തതാ. ക്യാരറ്റ് ബീട്രൂട്ട് പിക്കിള്, ലൈം ഡേറ്റ്സ് പിക്കിള്. വാവ് നൈസ്. പപ്പായ പിക്കിള്, സ്പൈസി പപ്പായ, ലൈം ഡേറ്റ്സ് പിക്കിള്. അതായത് പിക്കിള് കൊണ്ട് ഈത്തപ്പഴം പിക്കിള്. 30 എത്രയോ ഐറ്റം പിക്കിള് ഉണ്ട് അവരുടെ. അപ്പൊ ആ 10 സ്റ്റോക്ക് ഇല്ലാത്തോണ്ടാണ് ഉള്ളത് 20 നമുക്ക് തന്നത്. ഞാൻ ബാക്കിയുള്ളതും കൂടി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും. അപ്പം ഞങ്ങളോട് ഒരു സിൻസിയർ താങ്ക്സ് ഇട്ടാ. കാരണം സ്നേഹം വാരി കോരി കൊടുക്കാൻ അന്നും കണ്ണൂരാരെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. തിരിച്ചുള്ള കാര്യത്തില് എനിക്ക് കണ്ണൂർ പോകുമ്പോൾ അറിയണ കാര്യമാണ്. കണ്ണൂരിൽ നിന്ന് തിന്നിട്ടാണ് ഞാൻ തടിച്ചതൊക്കെ കൊല്ലം കഴിഞ്ഞൊല്ലൊക്കെ. കാരണം എന്റെ പകുതി പരിപാടി ഉണ്ടാവുക കണ്ണൂരാണ്. എന്ന് ഞാൻ കണ്ണൂര്, മട്ടന്നൂര്, മറ്റേ ചക്കരക്കല്ല്, അവിടെ ഇവിടെ പയ്യന്നൂര്, ഫുള്ള് കണ്ണൂർ സിറ്റി, ഫുള്ള് ആ ഏരിയയിൽ അതിൻ്റെ പരിപാടി മൊത്തം ഉണ്ടാവട്ടാ. അപ്പം ഇത് ഫുള്ള് കണ്ണൂരുകാർ തന്നതാണ്, ഉമ്മച്ചി സ്പീക്കർ തന്നതാണ്. അപ്പോൾ വല്ല പേജും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഓലെ ഫോൺ നമ്പറൊക്കെ കണ്ണൂരിൽ നിന്ന് ആരെങ്കിലും വാങ്ങി കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കടകളിലും ഇപ്പൊ വരുന്നുണ്ട്, സാധനം വരുന്നുണ്ട്. പിന്നെ കടകളിലുണ്ട് ഓൾറെഡി. പ്രത്യേകത എന്താ വെച്ചാൽ എണ്ണ മേലിങ്ങനെ പരണ്ട് അതൊന്നുമില്ല. ഇത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാല് ചെമ്മീനൊക്കെ ഈ കഴിച്ചില്ലേ, ക്ലോസ്ഡ് അല്ലേ നോക്കിയാ. അപ്പം ഇത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയ സ്പെഷ്യാലിറ്റി എന്താ തോന്നിയല്ലേ, ഞാൻ ചെമ്മീൻ അച്ചാർ കഴിച്ച് എല്ലായിടത്തും കുറേ എണ്ണയും മേലത്തെ എണ്ണ കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് തിന്നാൻ പറ്റില്ല. എണ്ണ ഇങ്ങനെ കോരി കളയലാണ് എൻ്റെ പണി അച്ചാറിന്. അപ്പോൾ കോരി കളയാൻ പാടില്ലല്ലോ, കേടരുമല്ലോ. ഒരു ദിവസം ഞാൻ ഒരു അച്ചാറത്തെ ഫുൾ എണ്ണ എടുത്ത് പുറത്തേക്ക് ഇട്ടു കേട്ടോ. അതിലും വെച്ച് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ പിറ്റേ ദിവസം കേടൊന്നും ചെയ്തു തോന്നുന്നു. അപ്പോൾ എണ്ണ അച്ചാർ കേടരാതൊക്കെ തന്നെയാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവര് ഇതിലങ്ങനെ എണ്ണ തളം കെട്ടിക്കണ പ്രശ്നമോ എല്ലാം ടേസ്റ്റ് ചെയ്യണം. എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ചെമ്മീനാണ്. ബാക്കിയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. നിറച്ച് ചെമ്മീനുണ്ട്, ചെറിയ കുഞ്ഞു ചെമ്മീന് നല്ലോണം ഇതാക്കിയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോരോ ഒരു ബിഗ് താങ്ക്സ്. എണ്ണക്കളിയില്ല, നല്ല ഓവറായിട്ട് സാധനം ഫുള്ളായിട്ട് എടുക്കണമൊക്കെ നല്ല ടേസ്റ്റും ഇല്ല. അതിന്റെ മസാലക്ക് നല്ല ടേസ്റ്റ് അല്ലേ. ചോറിന്റെ പടിപൊളി.
ഭക്ഷണത്തിൻ്റെ ഒപ്പം കൂട്ടി ഇങ്ങനെ കഴിക്കാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നാളത്തെ പരിപാടി ഉണ്ട്. ഇനി കുറച്ച് ദിവസം അങ്ങോട്ട് അടുപ്പിച്ച് പരിപാടിയാണ്. പക്ഷെ എന്നാലും ഞാനിപ്പോൾ വിചാരിക്കണം എന്താ വെച്ചാൽ വ്ളോഗ്സ് സ്ട്രോങ് ആക്കാനും സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനും പരിപാടിയൊക്കെ നമുക്കുണ്ട് ഇൻഷാല്ല. അപ്പം എല്ലാം സ്ട്രോങ് ആക്കിയിട്ട് നമ്മൾ പൂർവാധികം ശക്തിയോടെ, അതിപ്പോൾ 5 ദിവസം മാറുന്നതിനാണ് ഇപ്പോൾ ഇങ്ങനെ മാസ് ഡയലോഗ് അടിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എനിക്കറിയാം. പക്ഷെ എന്നാലും 5 ദിവസം നമ്മൾ മാറി നിന്നപ്പോൾ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, അത്രയും കാണുന്നവരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കുറേ വീട്ടമ്മമാർ പറഞ്ഞിട്ട് നമുക്ക് ആകെ ഒരു സമാധാനം കണ്ട് ചിരിക്കണ ഒരു കാര്യം, നമുക്ക് ജീവിതത്തിലൊരു സമാധാനം തന്നെ എൻ്റെ വ്ളോഗാണ്, ഈ അത് എന്നും ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ അമ്മമാരെ മെസ്സേജൊക്കെ നമ്മളെ നമ്പർ കുതിക്കൊക്കെ വന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഞാൻ ഇപ്പോൾ പരിപാടി കഴിഞ്ഞ് വന്ന് രാത്രി 11:30 ഇത് ചെയ്യണത്. ഈ ടൈമിലൊന്നും വ്ളോഗ് എടുക്കാൻ നിൽക്കലില്ല. ഇമ്മച്ചിയും കൂടി ഉറങ്ങാണ്ടത് എടുത്തത് എല്ലാവരും കൂടെ ഇത്രയും ദിവസം നമ്മളെ കാത്തിരുന്നുകൊണ്ടാണ്. അപ്പോൾ വൺസ് അഗെയിൻ നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ്, ഒരു ലോഡ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത വ്ളോഗ് കാണിച്ചു കൊടുത്ത്, ഒരു ലോഡ് ഗിഫ്റ്റുകൾ അൺബോക്സ് ചെയ്ത ഈ ഒരു കൊച്ചു വ്ളോഗ് കണ്ടതിന് കഴിഞ്ഞ അടുത്തിൽ കൂട്ടാം. കൊച്ചു വ്ളോഗ് കണ്ടതിന് എല്ലാവരും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും സ്റ്റീലിൻ്റെയും വീട്ടുകാരുടെയും അടിപൊളി വ്ളോഗുമായിട്ട് നാളെ ഒരു കുക്കിംഗ് വ്ളോഗ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. രാവിലെ നടക്കുമോ നോക്കട്ടെ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ് ഞാൻ ഉണ്ടാക്കും. കല്യാണം ഇപ്പം ഉണ്ടാക്കിയതാ, ഞാൻ കുക്ക് ചെയ്ത് നമ്മളിപ്പോ കുക്ക് ചെയ്യണപ്പോഴേ വേഗം മണ്ണാർക്കാട് രാവിലെ ഒരു കല്യാണം ഉണ്ട്. എവിടെ രാവിലെ കല്യാണം നടക്കല്? ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിൽ 11 മണിക്ക്. ഇജ്ജ് എത്ര മണിക്കാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക? അതാണ് സങ്കടം. 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ അതാണ് അല്ല എണീച്ച് റെഡി ആയി വരണ്ടേ? അതാണ്. അപ്പൊ നമ്മൾ പോയി ഇവിടെ എത്തും. ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ. അപ്പൊ ആ ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗിനും വെച്ചിട്ടുണ്ടാവുന്നതാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു കൊച്ചു വ്ളോഗ് ഉണ്ടെന്ന് എല്ലാവർക്കും നന്ദി. വ്ളോഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇൻഷാല്ലാ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നമുക്ക് മറ്റൊരു വ്ളോഗിൽ വെച്ചിട്ട് കാണാം. ബൈ ബൈ.